ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവാണ് ഗോവയിലേക്ക്. പിള്ളേർക്കും വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഗോവയിലേക്ക് അങ്ങ് വെച്ച് പിടിക്കാമെന്ന് കരുതി. ഹസ്ബൻഡും അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളതിനായി കൊല്ലം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ 10 മണിക്ക് വരും. ഞങ്ങളെ കൊണ്ടാക്കാനായിട്ട് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ട്രെയിൻ ഒരു 15 മിനിറ്റ് ലേറ്റാണ്. എന്നാൽ പിന്നെ ആ ഒരു സമയം കൊണ്ട് കോഫിയോ വല്ല വടയോ ഒക്കെ കഴിക്കാമെന്ന് കരുതി പിള്ളേരാണെങ്കിൽ അച്ഛനെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഞാനാണെങ്കിൽ കോഫിയും സമോസയാണ് വാങ്ങിച്ചത്. അമ്മയെ അത് തന്നെ വാങ്ങിച്ചു. എനിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു സമോസ. എനിക്ക് ഈ സമോസ വലിയ പിടുത്തമല്ലാത്തതാണ്, പക്ഷേ എനിക്കെന്തോ ഈ ഒരു സമോസ ഒരുപാട് ഇഷ്ടം. അങ്ങനെ ഞങ്ങളുടെ ട്രെയിനൊക്കെ വന്നു. അച്ഛനും അമ്മയ്ക്കും ടാറ്റയെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ മൂന്നുപേരും ട്രെയിനിനകത്തോട്ട് കയറി. ചെന്ന പാടെ പിള്ളേർ കളറിങ് തുടങ്ങിയിട്ടുണ്ട്. പിള്ളേർ കളർ ചെയ്യുന്ന കണ്ടപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷനിൽ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. അവരെല്ലാവരും വന്ന് കളറിങ് തുടങ്ങിയിട്ടുണ്ട്. ഒരു കൂട്ട കളറിങ് ആയിരുന്നു അവിടെ നടന്നത്. പിന്നീട് ട്രെയിനിൽ വെച്ച് നമ്മുടെ മൗണ്ട് രാഗം സീരിയൽ ആക്ട്രസിനെ കണ്ടു. അങ്ങനെ നമ്മൾ അവരുമായിട്ടൊരു സെൽഫിയൊക്കെ എടുത്തു. ശരിക്കും പറഞ്ഞ് ഞാൻ കരുതിയത് പിള്ളേർക്കൊക്കെ ശരിക്കും ഈ ഒരു ട്രെയിൻ യാത്ര ബോറാവുന്നതാണ്. പക്ഷേ അവർക്ക് ഒട്ടും ബോറടിച്ചില്ല. കാരണം നമ്മുടെ ആ ഒരു സെക്ഷനിൽ കുറേ പിള്ളേരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിലൊരു ചേട്ടനെ അവർക്ക് കിട്ടി. അങ്ങനെ ആ കുട്ടിയാണെങ്കിൽ മലയാളം പറയില്ല, ഇംഗ്ലീഷേ പറയത്തുള്ളൂ. അപ്പോൾ ആ കുട്ടീനെ മലയാളം പഠിപ്പിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു ഇവർ. അങ്ങനെ ശരിക്കും പിള്ളേരൊക്കെ എൻജോയ് ചെയ്താണ് ഈ ഒരു ട്രെയിൻ യാത്ര പോയത്. ഫൈനലി നമ്മൾ മഡ്ഗൗൺ സ്റ്റേഷനിലെത്തി. ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളെ. ചേട്ടനെ കണ്ടപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ ക്വാർട്ടേഴ്സിലേക്ക് വെച്ച് പിടിച്ചു. മഡ്ഗാവൺ സ്റ്റേഷനിൽ നിന്ന് കറക്റ്റ് 1 മണിക്കൂർ ദൂരമുണ്ട് നമ്മുടെ ഡാബോലിം എന്ന സ്ഥലത്ത്. അവിടെയാണ് നമ്മുടെ ക്വാർട്ടേഴ്സ് ഉള്ളത്. ഫൈനലി നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കയറുന്ന വഴി. അങ്ങനെ നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ താഴെ എത്തി ഇറങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ ഈ ഗോവയിൽ. നല്ല ക്ലൈമറ്റാണ്. നമ്മളെത്തിയപ്പോൾ ഒരു കറക്റ്റ് 2:30 മണി സമയമായി. 4th ഫ്ലോറിലാണ് നമ്മുടെ റൂം ഉള്ളത്. നേരെ നമ്മൾ ലിഫ്റ്റൊക്കെ ഇറങ്ങി അങ്ങോട്ടേക്ക് പോവുകയാണ്.
ഇതാണ് നമ്മുടെ റൂം. പിള്ളേരുടെ വണ്ടിയാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട് പൊടി പിടിച്ച്. കാരണം കംപ്ലൈൻ്റ് ആയിട്ട് ഒരു 6-7 മാസമായിട്ടുണ്ട്. അതിന് ശരിയാക്കണം. ശരിക്കും ക്വാർട്ടേഴ്സൊക്കെ കണ്ടപ്പോൾ ഒരുപാട് നൊസ്റ്റാൾജി ഫീലിംഗ് ആയിരുന്നു. ഒരുപാട് നാളായി ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കണ്ടപ്പോൾ. ഒരുപാട് സന്തോഷമായിരുന്നു. എൻ്റെ ഹാൻഡ് ബാഗാണ് ഈ കിടക്കുന്നത്. നമ്മളൊരു 10 days എന്തായാലും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പുറകെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ.